ഹലോ സുകുമാദേവി പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രഭാവതിയെ കാണാനില്ലാത്ത ആ ഒരു സങ്കടത്തിലാണ് നമ്മുടെ ചന്ദ്രോത്ത് കുടുംബം മൊത്തം. ആ ഒരു പഴി മൊത്തം നമ്മുടെ ദേവികയുടെ തലയിൽ വന്ന് ചാർത്തുന്നുണ്ട് നമ്മുടെ രജനി. രജനിയുടെ മാറ്റം പ്രേക്ഷകരെ ഭയങ്കരമായിട്ട് വെറുപ്പിക്കുന്നുണ്ട് അല്ലെ. എന്തായാലും നമ്മുടെ ഭാർഗവിയും രജനിയും കൂടെ ചന്ദ്രോത്ത് വീട്ടിൽ വന്നിട്ട് ചന്ദ്രോത്ത് വീട്ടിൽ നിന്നിട്ട് നമ്മുടെ ദേവികയെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നമ്മുടെ അരുന്ധതിക്കും അറിയില്ല. അപ്പൊ അരുന്ധതി നമ്മുടെ ത്യാഗരാജനോടും സീപ്പിനോടും പറയുന്നുണ്ട്, എനിക്കറിയണം പ്രഭാവതിക്ക് എന്ത് പറ്റിയെന്ന്. അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല, അവൾക്ക് ഇരട്ട ചങ്കാണ്, പക്ഷെ അവൾക്ക് എന്ത് പറ്റിയെന്നുള്ളത് എനിക്കറിയണം. അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം കണ്ടുപിടിക്കണം എന്നും പറയുകയാണ്. പക്ഷെ ഒടുവില് നമ്മുടെ ദേവികയെ തേടി ആ ഒരു ദുരന്ത വാർത്ത എത്തുകയാണ്. ഇത് നമ്മുടെ സുഗമോദേവിയുടെ ക്ലൈമാക്സ് ആണോ എന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. ഇനി നമ്മുടെ പ്രഭാവതി ആ ഒരു ദുരന്തത്തിൽ കടുത്ത ദുരന്തത്തിൽ, അതായത് മരണപ്പെട്ട ഒരവസ്ഥയിൽ നമ്മുടെ പ്രഭാവതി ഒരു ഒഴിഞ്ഞ മുറിയിൽ കണ്ടെത്തിയ രീതിയിലാണ് ഏറ്റവും ഒടുവിൽ നമ്മുടെ കഥ വന്ന് നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു ദുരന്തത്തിന് പിന്നിൽ ആരാണ് എന്നുള്ള ഒരു വലിയ ചോദ്യം തന്നെയാണ് ബാക്കി കിടക്കുന്നത്. എല്ലാവരും സംശയിക്കാൻ പോകുന്നത് നമ്മുടെ ഋഷിയെ തന്നെ ആയിരിക്കും അല്ലെ. അപ്പൊ ഇനി എങ്ങനെയായിരിക്കും കഥ മുന്നോട്ട് പോകാൻ പോകുന്നത്? ദേവികയ്ക്ക് ആ ഒരു ജയിച്ചതിന്റെ എല്ലാ തിളക്കവും നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ദുരന്തമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇനി രജനിയൊന്നും ഒരിക്കലും നമ്മുടെ ദേവികയോട് ക്ഷമിക്കാനും പോകുന്നില്ല. ദേവികയ്ക്ക് ഇതിന് പിന്നിൽ ഒരു കൈയും ഇല്ലെങ്കിൽ കൂടിയും എല്ലാവരും ദേവികയെ തന്നെ പഴി ചാരുകയുള്ളൂ അല്ലെ. കാത്തിരുന്ന് തന്നെ കാണാട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.